നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പോരാട്ടച്ചൂടിൽ നിലമ്പൂർ ജനപങ്കാളിത്തത്തിനൊപ്പം തലപ്പൊക്കമുള്ള രാഷ്ട്രീയ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്താലും വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് മുന്നണികൾ. ഇനി രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുകയാണ്. കൂടുതൽ ആക്റ്റീവ് കേസുകൾ ഉള്ളത് കേരളത്തിലാണ്. സർക്കാരിന്റെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. IPL ഇന്ന് കലാശ പോരാട്ടമാണ്. നിരവധി വാർത്തകളുള്ള ഒരു ദിവസമാണെന്ന് ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നു. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. പോത്തുകലിൽ UDF പ്രചരണം അബ്ബാസ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഇടത് പ്രചാരണത്തിന് മന്ത്രിമാരടക്കം നിലമ്പൂരിലേക്ക്. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാൻ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്. മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ PV അൻവർ. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം. റെഡ് അലർട്ട്. മരണം 38ആയി. 1,00,000-ലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചു. സിക്കിമിൽ മണ്ണിടിച്ചിലിൽ കാണാതായ സൈനികർക്കായി തിരച്ചിൽ തുടരുന്നു. വിവാദങ്ങൾ അവസാനിക്കാതെ പത്തനംതിട്ട ജനറൽ ആശുപത്രി. കെട്ടിട നവീകരണത്തിന്റെ പേരിൽ ആശുപത്രിയിലെ സംവിധാനങ്ങൾ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ശ്രമമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ. നടപടി സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനെന്നും ആരോപണം. താൽക്കാലിക ക്രമീകരണം മാത്രമെന്ന് മന്ത്രി വീണ ജോർജ്. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 4000-ലേക്ക്. ആക്റ്റീവ് കേസുകൾ കൂടുതൽ കേരളത്തിൽ. 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത് 35 പേർക്ക്. ജാഗ്രതയോടെ അധികൃതർ. കൊല്ലം ജില്ലയിലെ മിക്ക റോഡുകളും തകർന്ന നിലയിൽ. MLA മുകേഷിന്റെ വീടിന് മുന്നിലെ റോഡിൽ നിറയെ കുണ്ടും കുഴിയും. അമൃത ന്യൂസ് സ്പെഷ്യൽ. IPL 18ാം സീസണിൽ ഇന്ന് കലാശപ്പോര്. പുതിയ ജേതാക്കളെ കാത്ത് ക്രിക്കറ്റ് പ്രേമികൾ. ബംഗളൂരു പഞ്ചാബ് പോരാട്ടം രാത്രി 7:30 മുതൽ അഹമ്മദാബാദിൽ. നിലമ്പൂർ ശക്തമായ പ്രചാരണ ചൂടിലേക്ക്. സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികയിൽ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. UDF കൺവെൻഷനിൽ പാണക്കാട് കുടുംബം പങ്കെടുത്തില്ലെന്ന വിവാദത്തിനിടെ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ UDF പര്യടനം മുണ്ടേരിയിൽ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി വർഷയുണ്ട്. വർഷ, നിലമ്പൂർ ശക്തമായ പ്രചരണ ചൂടിലേക്കാണ്. സ്ഥാനാർത്ഥികളെല്ലാം നേരിട്ട് ജനങ്ങളെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ളൊരു തിരക്കിലാണ്. എന്തൊക്കെയാണ് ഇന്ന് നമുക്ക് അവിടെ പ്രതീക്ഷിക്കാൻ സാധിക്കുക? അതെ, തീർച്ചയായും. ഇനി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാക്സിമം ജനങ്ങളിലേക്ക് ഇറങ്ങി വോട്ട് തേടുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും PV അൻവർ വിഷയമെല്ലാം പ്രതിസന്ധിയായിരുന്നുവെങ്കിലും ഇന്ന് അതേപോലെ LDF സ്ഥാനാർത്ഥി M സ്വരാജ്, PV അൻവർ ഉൾപ്പെടെയുള്ളവരെല്ലാം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇന്നലെയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇന്നിപ്പോൾ അതിൽ സൂക്ഷ്മ പരിശോധന നടക്കും. ഇതിനിടെ തന്നെ വലിയ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് മുന്നണികളുടെ എല്ലാ തീരുമാനം. കഴിഞ്ഞ ദിവസമാണ് PV അൻവർ പുതിയ മുന്നണിയുമായി രംഗത്തെത്തിയത്. തൃണമൂൽ സ്ഥാനാർത്ഥിയായാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, ജനങ്ങളാണ് എന്റെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിനെയും മുഖ്യമന്ത്രിയെയും മന്ത്രി റിയാസിനും ഉൾപ്പെടെ വലിയ ആരോപണങ്ങളും PV അൻവർ മുന്നോട്ട് വെച്ചിരുന്നു. ഇന്നിപ്പോൾ PV അൻവറിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം ഇരു മുന്നണികൾക്കും വലിയ ഭീഷണി ഉയർത്തിയിരുന്നു. കാരണം തന്റെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട്, അത് പുറത്തുവിട്ടാൽ നേതാക്കൾ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമെന്നുള്ള ഒരു ഗുരുതര ആരോപണമാണ് കഴിഞ്ഞ ദിവസം PV അൻവർ മുന്നോട്ട് വെച്ചത്. മറ്റെല്ലാ കാര്യങ്ങൾക്കും ഇന്ന് മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി PV അൻവർ രംഗത്ത് വരും. അതേസമയം ഇന്ന് LDF UDF സ്ഥാനാർത്ഥികളുടെ പര്യടനം പോത്തുകൽ പഞ്ചായത്തിലാണ്. രാവിലെ 8:30 പോത്തുകൽ പഞ്ചായത്തിലെ മുണ്ടേരിയിൽ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള അബ്ബാസ് അലി തങ്ങൾ ഈ UDFന്റെ പര്യടനം ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ ദിവസം UDF കൺവെൻഷനിൽ പാണക്കാട് കുടുംബം പങ്കെടുത്തില്ല എന്നുള്ളത് വലിയ വിവാദമായി മാറിയിരുന്നു. ചരിത്രത്തിലാദ്യമായാണ് പാണക്കാട് കുടുംബം ഇങ്ങനെ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കാത്ത ഒരു അവസ്ഥയുള്ളത്. PV അൻവർ വിഷയമെല്ലാം കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് വലിയ വിവാദവുമായി മാറിയിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ന് പോത്തുകൽ പര്യടനം ഈ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. എന്തായാലും UDFിനുള്ള ഭിന്നതകൾ പുറത്തു കാണിക്കാതെ തങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് UDF നേതൃത്വം. കഴിഞ്ഞ ദിവസം ചേർന്ന മീറ്റിംഗിന് ശേഷം അത് തന്നെയാണ് UDF കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് പറഞ്ഞത്. UDF ഒറ്റക്കെട്ടാണ്. 2026
UDF തിരിച്ചു വരുമെന്നുള്ള കാര്യമാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് യോജിപ്പിച്ചുകൊണ്ടാണ് LDF-ഉം UDF-ഉം കാണുന്നത് എന്നുള്ളതാണ്. LDF-നെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും ഇതൊരു അഭിമാന പോരാട്ടം തന്നെയാണ്. അതേസമയം NDA സ്ഥാനാർത്ഥിയും ശക്തമായി തന്നെ കളത്തിലുണ്ട്. NDA സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ പ്രചരണം രാവിലെ 9 മണിക്ക് നിലമ്പൂർ കോവിലകത്ത് നിന്നുമാണ് ആരംഭിക്കുന്നത്. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും വലിയ പ്രതീക്ഷയിലാണ്. ക്രൈസ്തവ വോട്ടുകളെല്ലാം തങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് എന്തായാലും മോഹൻ ജോർജ് ഉള്ളത്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം നേതാക്കളും പ്രതികരിച്ചത്. പക്ഷെ അപ്പോഴും കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ പറഞ്ഞൊരു കാര്യം, ആ ഒരു ഉദ്ദേശം ഇവിടെ നടക്കില്ല എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ പറഞ്ഞത്. അങ്ങനെ പരസ്പരം പോരടിച്ചുകൊണ്ട് എല്ലാവരും പ്രചരണ രംഗത്ത് ഇറങ്ങുകയാണ്. PV അൻവറിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വലിയൊരു ജനാവലി ഉണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ ഇന്ന് പ്രചരണത്തിൽ ഇറങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആം ആദ്മി പാർട്ടിയുടെ പിന്തുണയുണ്ട്. അങ്ങനെ സർവ്വശക്തിയോടും കൂടിയ മുന്നണികളെല്ലാം തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള സജ്ജീകരണത്തിലാണ്. ശരി, ഇന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികയിൽ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. പലയിടത്തും പ്രളയ സമാനമായ സാഹചര്യമാണ്. മരണം 38ആയി. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ശക്തമായ മഴ തുടരുകയാണ്. 1 ലക്ഷത്തിലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചു. പല ഗ്രാമങ്ങളും റോഡുകളും വെള്ളക്കെട്ടിൽ മുങ്ങിയിരിക്കുകയാണ്. മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലിലും ഒട്ടേറെ ജീവനുകൾ നഷ്ടമായി. സൈന്യത്തിന്റെയും NDRF, SDRF സംഘങ്ങളുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വടക്കേ സിക്കിമിലെ ചാറ്റേറ്റിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ സൈനികർക്കായി തിരച്ചിൽ തുടരുന്നു. ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു കനത്ത മഴയ്ക്ക് പിന്നാലെ മണ്ണിടിച്ചിലുണ്ടായത്. 3 പേർ വീരമൃത്യു വരിച്ചിരുന്നു. 6 സൈനികരെയാണ് കാണാതായത്. ലക്ഷദ്വീപിൽ നിന്നുള്ള സൈനികനും കാണാതായവരിൽ ഉൾപ്പെടുന്നു. സംസ്ഥാനത്ത് കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നൽകിയിട്ടുള്ളത്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൊച്ചി വൈപ്പിൻ വളപ്പ് ബീച്ചിൽ കടലിൽ കാണാതായ 2 വിദേശ വിദ്യാർത്ഥികൾക്കായി തിരച്ചിൽ തുടരുന്നു. യമൻ പൗരന്മാരായ ജുബ്രാൻ, അബ്ദുൾ സലാം എന്നിവരെയാണ് കാണാതാകുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് എത്തിയ 7 അംഗ സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് ഇരുവരും. കോസ്റ്റൽ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്നു. രോഗികളുടെ എണ്ണം 4000-ലേക്ക് ഉയരുന്നു. 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത് 203 പേർക്കാണ്. ഇതിൽ 35 പേർ കേരളത്തിൽ നിന്നുള്ളവരാണ്. ഇതോടെ ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 3961ആയി. 4 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ 1 കേരളത്തിലാണ്. ഡൽഹിയിൽ പുതിയതായി 47 കേസുകളും മഹാരാഷ്ട്രയിൽ 21 കേസുകളും പശ്ചിമബംഗാളിൽ 44 കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പ്രതിരോധ മാർഗങ്ങളും ചികിത്സാ സജ്ജീകരണങ്ങളും അടക്കം സംസ്ഥാനങ്ങൾ സമർപ്പിച്ചിട്ടുള്ള വിശദമായ റിപ്പോർട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പരിശോധിക്കും. കൂടുതലായി കൊണ്ടുവരേണ്ട നിയന്ത്രണങ്ങളും ചർച്ച ചെയ്യും. രോഗവ്യാപനം വിലയിരുത്തുകയും നിരന്തരം നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇതിനു മുൻപ് കോവിഡ് വ്യാപിച്ച സമയങ്ങളിൽ ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങൾ പ്രവർത്തിച്ചു വരികയാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇനി സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് കേസുകൾ ഉള്ളത് കേരളത്തിലാണ്. 24 മണിക്കൂറിനിടെ 35 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആതിര ചേരുന്നുണ്ട്. ആതിര, 24 മണിക്കൂറിനിടെ 35 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കേരളത്തിൽ കൂടുതൽ ആക്റ്റീവ് കേസുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ സർക്കാർ പറയുന്നുണ്ട്. അതൊക്കെ ജനങ്ങൾ പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപിക, സംസ്ഥാനത്ത് കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണം 4000-ലേക്ക് അടുക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് കേസുകളുള്ളത് സംസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ ഈ ഒരു കാര്യത്തിൽ സംസ്ഥാനത്തിന് ആശങ്ക വേണ്ട എന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഈ കോവിഡ് മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് വർദ്ധിക്കുന്നു എന്ന ഒരു വാർത്ത വന്നപ്പോൾ തന്നെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നുണ്ട്. പക്ഷേ അതെല്ലാം ടെസ്റ്റുകൾ നമ്മൾ കൃത്യമായി നടത്തുന്നതുകൊണ്ടാണ് അത്തരത്തിൽ രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ട് എന്നുള്ള കാര്യം അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആശങ്ക വേണ്ട എന്ന് ആരോഗ്യമന്ത്രി നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യമന്ത്രി മാധ്യമങ്ങൾ കണ്ടിരുന്നു. ആ ഒരു സമയത്താണ് ആരോഗ്യമന്ത്രി ഇക്കാര്യത്തെക്കുറിച്ചൊരു വിശദീകരണം നൽകിയത്. അത് മാത്രമല്ല, രോഗങ്ങളുള്ളവർ മാസ്ക് ധരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രത്യേകം മുൻകരുതലുകൾ എടുക്കണമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള ആശുപത്രി സന്ദർശനം ഒഴിവാക്കണമെന്നും ഗുരുതരമായ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം
മാത്രം ആശുപത്രി സന്ദർശനം ആകാമെന്നുമാണ് ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ജില്ലകളിൽ ഏതെങ്കിലും മേഖലകളിൽ രോഗപകർച്ചയുണ്ടെന്ന് നിരീക്ഷിച്ച് രോഗപ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഈ വൈറസിന് വകഭേദം വന്നിട്ടുണ്ടോ എന്ന് അറിയാനായി സാമ്പിൾ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. 18 വയസ്സിന് മുകളിലുള്ളവരെയും പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആശങ്കയുടെ ആവശ്യമില്ല എന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. എന്നാൽ ഇപ്പോൾ സ്കൂളുകൾ തുറക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ സ്കൂളുകൾ തുറക്കുമ്പോൾ കുട്ടികൾ പരസ്പരം ഇടപഴകാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ചെറിയ രീതിയിലുള്ള ഉണ്ടെങ്കിലും ജാഗ്രതയാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായും ആവശ്യം. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഉൾപ്പെടെ മാസ്ക് ധരിച്ച് പുറത്തിറങ്ങേണ്ട ഒരു ആവശ്യകതയുണ്ടെന്നും അതിനാൽ ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂളുകൾ തുറക്കുന്ന ഒരു കാലമായതുകൊണ്ട് തന്നെ കുട്ടികളിൽ മാസ്ക് ധരിക്കുന്ന ശീലം കൊണ്ടുവരണമെന്നും മറ്റു തരത്തിലുള്ള സാനിറ്റൈസർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും സംസ്ഥാനം നൽകിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ആശങ്ക വേണ്ട, ജാഗ്രത വേണം എന്ന് തന്നെയാണ് സംസ്ഥാനത്തിന്റെ നിലപാട്. ഗോപിക. ശരി, അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ ആക്റ്റീവ് കേസുകൾ ഉള്ളത് കേരളത്തിലാണ്. എല്ലാവരും മാസ്കും സാനിറ്റൈസറും ഒക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. സർക്കാർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം പാലിക്കുക. ഇനി മറ്റു വാർത്തകൾ നോക്കാം. പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ പേരിലുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ആശുപത്രിയിലെ സംവിധാനങ്ങൾ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുമ്പോൾ നടക്കുന്നത് താൽക്കാലിക ക്രമീകരണമെന്നാണ് മന്ത്രി വീണ ജോർജ് പറയുന്നത്. ജനറൽ ഹോസ്പിറ്റലിൽ B&C കെട്ടിടത്തിന്റെ നവീകരണമാണ് പുതിയ വിവാദത്തിലേക്ക് വഴിവെച്ചിട്ടുള്ളത്. ആശുപത്രിയാകെ കൊണ്ടുപോകുന്നത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ B&C കെട്ടിടം അപകടാവസ്ഥയിലാണ്. ഇക്കാര്യത്തിൽ മന്ത്രിക്കോ പ്രതിപക്ഷ പാർട്ടികൾക്കോ തർക്കമില്ല. എന്നാൽ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ മന്ത്രി വീണ ജോർജ് ഇടപെട്ട് ആശുപത്രിയിലെ സംവിധാനങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു എന്നതാണ് കോൺഗ്രസിന്റെയും BJPയുടെയും പരാതി. പത്തനംതിട്ടയിലെ ജനങ്ങൾ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ നേടിയാൽ മതി എന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഹിഡൻ അജണ്ട നടപ്പാക്കാനുള്ള പരിശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആശുപത്രിയിലെ പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തെ ചൊല്ലിയും വിവാദങ്ങളുണ്ട്. നേരത്തെ അത്യാഹിത വിഭാഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ബിൽഡിംഗ് ഇപ്പം പൊളിച്ചിട്ട് മറ്റൊരു ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുകയാണ്. വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളാരും വികസനത്തിനെതിരല്ല. പക്ഷേ ഈ വികസനത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങളെയും മറ്റുള്ളവരെയും കബളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ചില നാടകങ്ങളുണ്ട്. എന്നാൽ B&C കെട്ടിടത്തിന്റെ നവീകരണ കാലയളവിൽ മാത്രമാണ് മാറ്റമെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത്. മാത്രമല്ല, നവീകരണ സമയത്ത് അപകടമുണ്ടായാൽ ആര് ഉത്തരവാദിത്വം പറയുമെന്നും വീണ ജോർജ് ചോദിക്കുന്നു. ഡോക്ടേഴ്സ് എല്ലാം ഇവിടെ ഇരുന്ന് തന്നെ നോക്കും. പക്ഷേ ഓപ്പറേഷൻ തിയേറ്റർ മെയിൻ്റനൻസ് നടത്തുമ്പോൾ അത് അവിടെ ചെയ്യുക എന്നുള്ളത് ഈ മെയിൻ്റനൻസ് കാലയളവിൽ മാത്രമാണ്. അത് നമ്മൾ ഓർക്കണം. ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നിലയിലുള്ള പ്രചരണം നടത്തുന്നത് അത്യന്തം പരിഹാസ്യമാണ്. പ്രതികൂല കാലാവസ്ഥയിലും അതിവേഗം നിർമ്മാണം പുരോഗമിക്കുന്നു എന്നാണ് വീണ ജോർജും CPM-ഉം പറയുന്നത്. മുൻപ് ആശുപത്രിയുടെ ഉടമസ്ഥാവകാശം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മാറ്റിയത് വലിയ രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ചിരുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട. സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ നമ്മുടെ നാട്ടിൽ നിരവധി ഉണ്ടെങ്കിലും കൊല്ലത്ത് അത്തരത്തിൽ കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു റോഡിന് കുറച്ചധികം വാർത്താ പ്രാധാന്യമുണ്ട്. കാരണം കൊല്ലം MLA മുകേഷിന്റെ വീടിന് തൊട്ടുമുന്നിലാണ് പൊതുജനത്തിന്റെ നടു ഒടിക്കുന്ന ഈ റോഡുള്ളത്. കൊല്ലം നഗരത്തിൽ നിന്നും വെറും 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പട്ടത്താനത്തുള്ള MLA മുകേഷിന്റെ വീട്ടിലേക്ക്. പക്ഷേ ഇവിടെ എത്തി MLAയെ കാണണമെങ്കിൽ റോഡിലെ ഈ കുളം നീന്തി തന്നെ കടക്കണം. ഈ റോഡ് ഈ അവസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറയായി. റോഡിലെ കുഴിയിൽ വീണ് പരിക്കു പറ്റിയ ലതിക പറയുന്നത് അടുത്ത തവണ ഇനി വോട്ട് ചെയ്യില്ല എന്നാണ്. രാവിലെ വീട്ടിലോട്ട് പാല് മേടിക്കാൻ പോയതാ, വന്ന് വീണ് കൈ പൊട്ടി, 2 തയ്യൽ 2 വിരൽ സ്വാധീനം ഇല്ലാതായിപ്പോയി. അവർക്ക് ഒരു നാണവും ഇല്ല. രണ്ടാമത് വോട്ട് ചെയ്തില്ല. ഇനി റോഡിലെ രാഷ്ട്രീയം നോക്കാം. കൊല്ലം നിയോജക മണ്ഡലത്തിലെ MLA മുകേഷിന്റെ വീടിനു മുന്നിലെ ഈ റോഡും നിൽക്കുന്നത് ഇരവിപുരം മണ്ഡലത്തിലാണ്. ഇരവിപുരം മണ്ഡലത്തിലെ MLA ആകട്ടെ മുകേഷിന്റെ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള നൌഷാദാണ്. ഇവർ തമ്മിൽ അത്ര രസത്തിലല്ലെന്നാണ് രാഷ്ട്രീയ പിന്നാമ്പുറ വാർത്തകൾ. ഇനി രസക്കേട് എന്ത് തന്നെയായാലും റോഡ് ഞങ്ങൾക്ക് കൂടി ഉള്ളതല്ലേ എന്നാണ് പൊതുജനം ചോദിക്കുന്നത്. ഇപ്പോൾ സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ഇതിൽ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ MLA ഇവിടെ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല, MLA വീട്ടിൽ വരുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ ഇവിടെ ആയിരിക്കത്തില്ല, പുറത്തായിരിക്കും. പക്ഷേ എങ്കിൽ തന്നെയും ഈ റോഡ് സാധാരണക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അത് നമ്മളെപ്പോലെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ഈ സ്കൂൾ അടുത്ത് കിടക്കുമ്പോഴത്തേക്ക് ഈ റോഡ് വൃത്തിയാക്കി ഇടുക എന്നുള്ളത് പൊതു ആൾക്കാർക്കുള്ള ജനങ്ങൾക്കുള്ളൊരു സൗകര്യം ആവശ്യമാണ്.
റോഡ് നന്നാക്കുന്നതിനായി MLA ഫണ്ടിൽ നിന്നും 2 കോടി അനുവദിച്ചതായി മുൻപ് ഇവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് ഉണ്ടായിരുന്നു. ഫ്ലെക്സ് ബോർഡിലെ വികസനം കണ്ടു മടുത്ത പൊതുജനമാരോ അത് കീറിയും കളഞ്ഞു. MLAയുടെ വീട്ടിന് മുന്നിൽ ഇതാണ് അവസ്ഥയെങ്കിൽ ഇവിടെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും? ആര് പരിഹരിക്കും? പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. രാഷ്ട്രീയം എന്തുമാകട്ടെ, പക്ഷേ ഒരു നാടിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റപ്പെടുന്നില്ല എങ്കിൽ വോട്ട് ചെയ്ത് ഇവരെയൊക്കെ ജയിപ്പിക്കുന്നത് എന്തിന് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. വികസനങ്ങൾ വേണമെങ്കിൽ തൊട്ട് കാണിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുൻവശത്താണ് ഈ റോഡ് ഇത്രയും ദയനീയമായ സ്ഥിതി. അദ്ദേഹം കൊല്ലം മണ്ഡലത്തിലെ MLA ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻവശത്താണ് ഒരു റോഡ്. സാധാരണപ്പെട്ട കുട്ടികൾ, ഇവിടെ പട്ടത്താനം ഗവൺമെൻറ് SNDP UP സ്കൂൾ എന്ന് പറഞ്ഞാൽ ഈ റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്കൂളാണ്. ഈ സ്കൂളിലെ ഏറ്റവും സാധാരണപ്പെട്ടവൻ്റെ പാവപ്പെട്ടവൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളാണ്. ആ സ്കൂളിലെ വിദ്യാർത്ഥികൾ രാവിലെ ഇതുവഴി നീന്തിയാണ് വരുന്നത്. ധാരാളം വിമ്രഹൃദയം, ക്രിസ്തുരാജ് ഉൾപ്പെടെയുള്ള നിരവധി സ്കൂളുകളിലെ സാധാരണപ്പെട്ടവൻ്റെ മക്കൾ പോകുന്ന ഈ വഴി 2 പതിറ്റാണ്ടായി ഇത്രയും മോശമായ സ്ഥിതിയിലായിട്ടും അധികാരികൾ കണ്ണു തുറക്കുന്നില്ല എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിനോടുള്ള അല്ലെങ്കിൽ ഈ പ്രദേശത്തോടുള്ള കടുത്ത അവഗണനയായിട്ടാണ് നാട്ടുകാർ വിലയിരുത്തുന്നത്. ശരിക്കും ഈ റോഡിൻ്റെ ദുരവസ്ഥയ്ക്ക് കാരണം ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഈ MLAമാർ തമ്മിലുള്ള ഈ പാർട്ടിയിലുള്ള പടലപ്പിണക്കങ്ങൾ അല്ലെങ്കിൽ മൂപ്പളമ തർക്കം, ഇതിൻ്റെ പേരിലുള്ള ആ ഒരു അവസ്ഥയാണെന്ന്, ആ ഒരു കാര്യങ്ങൾ കൊണ്ടാണെന്നാണ് ഞങ്ങളുടെ സംശയം, ബലമായ സംശയം. കാരണം അല്ലെങ്കിൽ ഈ റോഡ് എന്നേ പണി കഴിഞ്ഞ് പോകേണ്ടതാണ്. ഈ നൗഷാദ് MLAയും മുകേഷ് MLAയും തമ്മിലുള്ള ഈ അധികാര വടംവലിയുടെയും മൂപ്പളമ തർക്കത്തിൻ്റെയും പാർട്ടിയുടെ CPMൻ്റെ പടലപ്പിണക്കത്തിൻ്റെയും ദുരവസ്ഥ അനുഭവിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ്. IPL-ൽ ഇന്ന് കലാശപ്പോരാട്ടം. 18ാം സീസണിലെ ചാമ്പ്യന്മാർ ആരെന്ന് ഇന്ന് അറിയാം. കിരീടത്തിനായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും പഞ്ചാബ് കിങ്സുമാണ് ഏറ്റുമുട്ടുന്നത്. അഹമ്മദാബാദിൽ രാത്രി 7:30-നാണ് മത്സരം. 18ാം ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണ് ഇന്ന് പര്യവസാനമാവുകയാണ്. സ്ഥിരതയുള്ള പ്രകടനം കാഴ്ചവെച്ച ഇരു ടീമുകളാണ് മത്സരത്തിനിറങ്ങുന്നത്. പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഇന്ന് നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ആരാകും കപ്പുയർത്തുക എന്ന് കണ്ടറിയുന്നതിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ. 14 മത്സരങ്ങളിൽ 9 എണ്ണം വീതം ഇരു ടീമുകളും ജയിച്ചിരുന്നു. റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചാബ് 1-ാം സ്ഥാനത്തും RCB 2-ാം സ്ഥാനത്തുമാണ്. 1-ാം ക്വാളിഫയർ ബൌളർമാരുടെ കരുത്തിൽ പഞ്ചാബിനെ 8 വിക്കറ്റിന് തകർത്താണ് ബാംഗ്ലൂർ ഫൈനലിലേക്ക് കടന്നത്. മുംബൈയെ തകർത്താണ് പഞ്ചാബ് ഫൈനലിലെത്തിയത്. 2016 ശേഷം IPL ഫൈനലിലെത്താൻ RCBക്ക് കഴിഞ്ഞിട്ടില്ല. പഞ്ചാബ് IPL ഫൈനലിലേക്ക് അവസാനമായി എത്തിയത് 2014-ലാണ്. IPL ചരിത്രത്തിലെ RCB പഞ്ചാബ് വിജയക്കണക്കെടുത്താൽ പഞ്ചാബും RCBയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. ഇരുവരും നേർക്കുനേർ വന്ന 36 മത്സരങ്ങളിൽ 18 എണ്ണത്തിൽ പഞ്ചാബും RCBയും ജയിച്ചിരുന്നു. IPL-ന്റെ 1-ാം സീസൺ മുതൽ വലിയ പ്രതീക്ഷ നെഞ്ചേറ്റിയ ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. പലതവണ ഫൈനലിലെത്തിയിട്ടുണ്ടെങ്കിലും കിരീടം ഇപ്പോഴും കിട്ടാക്കനിയായി തുടരുകയാണ്. ഇക്കുറി അത് മാറ്റിയെടുക്കാനാണ് രജത് പാട്ടീദാറും സംഘവും തയ്യാറെടുത്ത് നിൽക്കുന്നത്. ടീമിന്റെ എക്കാലത്തെയും മികച്ച ബാറ്റർ വിരാട് കോഹ്ലി കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി IPL-ൽ മിന്നും പ്രകടനവുമായി ജ്വലിച്ചു നിൽക്കുന്നു. പക്ഷേ കിരീടമില്ലാത്തതിന്റെ ക്ഷീണം തീർക്കണം. അതിനാകുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഏവരും. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. സംസ്ഥാനത്ത് +1 വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നടപടികൾ ഇന്നു മുതൽ ആരംഭിക്കും. ജൂൺ 5 വരെ ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രകാരമുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ നേടാനാകും. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ വെബ്സൈറ്റിൽ നിന്ന് അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കണം. അലോട്ട്മെന്റ് ലെറ്ററും മതിയായ സർട്ടിഫിക്കറ്റുകളുമായി രക്ഷകർത്താവിനൊപ്പം അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിലെത്തി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാനാകും. ജൂൺ 10-ന് 2-ാം അലോട്ട്മെന്റും 16-ന് 3-ാം അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കും. ജൂൺ 18-നാണ് +1 ക്ലാസുകൾ തുടങ്ങുക. മെഡിറ്ററേനിയൻ തീരങ്ങളിൽ ഭൂചലനം. ഗ്രീസിൽ 6.2 തീവ്രത രേഖപ്പെടുത്തി. തുർക്കിയിലുണ്ടായ ചലനം 5.8 തീവ്രതയും രേഖപ്പെടുത്തി. കാര്യമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തുർക്കിയിലെ മർമറിസിൽ കെട്ടിടത്തിൽ നിന്ന് ചാടിയ 7 പേർക്ക് പരിക്ക് പറ്റി. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി നാളെ കൂടിക്കാഴ്ച നടത്തും. മലപ്പുറം കൂരിയാട് ഉൾപ്പെടെ സംസ്ഥാനത്തെ ദേശീയപാതയിലുണ്ടായ തകർച്ച സംബന്ധിച്ചും പാതാ നിർമ്മാണത്തിലെ അപാകതകളും കേന്ദ്രമന്ത്രിയുമായി ചർച്ച നടത്തും. റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും.
ഇനി വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുന്നുണ്ട്. ദിലീപ്, ഇന്നത്തെ വിപണി വിലയിരുത്തൽ എങ്ങനെയാണ്? നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിൽ ഈ ഒരു ഏറ്റക്കുറച്ചുകൾ ഒരു പ്രവണത തന്നെയാണ്. കഴിഞ്ഞ ദിവസവും വിപണിയിൽ നഷ്ടത്തിൽ വ്യാപാരം പുരോഗമിക്കവേ അവസാന മണിക്കൂർ ഉണ്ടായിട്ടൊരു തിരിച്ചുകയറ്റം വിപണിയിലെ ആ നഷ്ടം കുറയ്ക്കുകയും വിപണി ഏതാണ്ട് മാറ്റമില്ലാത്ത രീതിയിൽ അവസാനിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഈ രീതിയിലുള്ള ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ വരും ദിവസങ്ങളിൽ വിപണിയിൽ പ്രതീക്ഷിക്കുക തന്നെ വേണം. രണ്ട് ഘടകങ്ങളാണ് വിപണിയെ ഇനി സ്വാധീനിക്കാനിരിക്കുന്നത്. ഒന്ന്, റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന യോഗം വരാനിരിക്കുന്നു. പണപ്പെരുപ്പ നിരക്ക് കുറഞ്ഞ് ഇരിക്കുന്നതും ഒപ്പം തന്നെ രാജ്യത്തിന് വളർച്ചാ നിരക്ക് മെച്ചപ്പെട്ട രീതിയിൽ പുരോഗമിക്കുന്നതും വീണ്ടും പലിശ നിരക്കുകൾ കുറച്ചേക്കുമെന്നുള്ള പ്രതീക്ഷ വിപണിയിൽ ഉണ്ടാക്കിയിട്ട് ഏതാണ്ട് 0.5% നിരക്ക് കുറയ്ക്കൽ ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അത് വിപണി ഏതാണ്ട് ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ജൂൺ 10 വരാനിരിക്കുന്ന യുഎസിൻ്റെ പുതിയ താരിഫ് നിരക്കുകളാണ്. അത് വലിയ രീതിയിൽ വിപണിയെ സ്വാധീനിക്കുക തന്നെയും പ്രത്യേകിച്ചും കയറ്റുമതി അധിഷ്ഠിത വ്യാപാരവുമായി ബന്ധപ്പെട്ടുള്ള മേഖലയാണ് കൂടുതൽ ബാധിക്കുക. IT മുതലായ മേഖലകളെ സാരമായി തന്നെ അത് ബാധിച്ചേക്കും. അത് കണ്ടുകൊണ്ട് തന്നെ കുറച്ച് നാളുകളായി IT മേഖലയിൽ കാര്യമായ രീതിയിലൊരു നിക്ഷേപ താല്പര്യം ഉണ്ടാവുന്നില്ല. മറ്റു മേഖലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഒട്ടുമേ വിപണിയിൽ മുന്നേറ്റത്തിലേക്ക് എത്താത്ത ഒരു മേഖല IT മേഖല തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല ബാങ്കിങ് മേഖലയാണ്. നിരക്ക് കുറയ്ക്കലുമായി ബന്ധപ്പെട്ടുള്ള ചില സൂചനകൾ ലഭിക്കുന്നതുകൊണ്ട് തന്നെ ബാങ്കിങ് മേഖലയിൽ വീണ്ടും നിക്ഷേപ താല്പര്യം ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിന് ഒരു പ്രതിരോധമായി നിൽക്കുന്ന ഇപ്പോഴത്തെ സാങ്കേതിക നിലവാരമാണ് ബാങ്കിങ് സൂചിക. 56,000 എന്ന നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കണമെങ്കിൽ ആ രീതിയിലുള്ള ഒരു എന്തെങ്കിലും അനുകൂലമായ ഒരു ഘടകം പ്രവർത്തിക്കുക തന്നെ വേണം. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ ഉണ്ടാവും, അത് സുനിശ്ചിതമാണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രതീക്ഷ നൽകുന്ന വസ്തു, രണ്ടാം നില ചെറുകിട ഓഹരികൾ ഇപ്പോഴും വലിയ നിക്ഷേപ താല്പര്യം തുടരുന്നു എന്ന് തന്നെയാണ്. ചെറുകിട നിക്ഷേപകർ വലിയ രീതിയിൽ വിപണിയിൽ വിൽപ്പന നടത്തുമ്പോഴും രണ്ടാം നില ചെറുകിട ഓഹരികളുടെ നിക്ഷേപ താല്പര്യവും കാണിക്കുന്നത് വരും ദിവസങ്ങളിൽ വിപണിയിൽ നിക്ഷേപ താല്പര്യം ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും പ്രധാനം തന്നെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ നിക്ഷേപം തുടരുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 1-2 ദിവസമായി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിൽപ്പനയിലുമാണ്. എങ്കിലും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വളരെ ശക്തമായി തന്നെ വിപണിയിൽ അനുകൂലമായി ഇടപെടുന്നുണ്ട്. ഈ ഘടകങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ വിപണിയെ സ്വാധീനിച്ചേക്കും. ഇന്നെന്തായാലും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ശരി, കെ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. മലബാറിന്റെ തനത് സൗന്ദര്യങ്ങളെ വിനോദസഞ്ചാരികളിലേക്ക് എത്തിക്കാൻ കോഴിക്കോട് 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങി കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെയാണ് ആഘോഷം. മലബാറിലെ നിക്ഷേപ സാധ്യതകൾ സംരംഭകർക്ക് പരിചയപ്പെടുത്തുന്ന കോൺക്ലേവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെയും ഒനീറോ സ്ട്രാറ്റജിസ്റ്റിന്റെയും സഹകരണത്തോടെ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജാണ് കോഴിക്കോട് വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് ബീച്ച്, മാനാഞ്ചിറ, സർഗാലയ തുടങ്ങി 8 വേദികളിലായാണ് ഓണാഘോഷ പരിപാടികൾ അരങ്ങേറുക. കോഴിക്കോട് ലുലു മാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസും റാപ്പർ വേടനും ചേർന്ന് മാവേലിക്കസ് എന്ന് പേരിട്ട പരിപാടിയുടെ പ്രഖ്യാപനവും ലോഗോ ലോഞ്ചിങ്ങും നിർവഹിച്ചു. മലയാളിയുടെ ഐക്യമാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ടൂറിസം ഉൽപ്പന്നമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഉൽപ്പന്നം നിങ്ങളാണ്, കേരളത്തിലെ ജനങ്ങളാണ്, കേരളത്തിന്റെ മതസഹോദര്യമാണ്. ഇതാണ് കേരളത്തിൽ ഒരു തവണ വന്നവർ വീണ്ടും വീണ്ടും വരുന്നതിന്റെ കാരണം. കേരളത്തിന്റെ ആതിഥേയ മര്യാദ, നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ നാം സ്വീകരിക്കുന്നത് പോലെ കേരളത്തിലേക്ക് വരുന്ന സഞ്ചാരികളെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന മലയാളിയുടെ ആതിഥേയ മര്യാദയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ടൂറിസം ഉൽപ്പന്നം. അന്താരാഷ്ട്ര നിലവാരത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ടൂറിസം സ്റ്റാളുകൾ, കൈത്തറി കരകൗശല ഉൽപ്പന്നങ്ങളുടെ വിപണനം, കലാപ്രദർശനം, ശില്പശാലകൾ എന്നിവയുമുണ്ടാകും. മലബാറിലെ നിക്ഷേപ സാധ്യതകൾ സംരംഭകർക്ക് പരിചയപ്പെടുത്തുന്ന കോൺക്ലേവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇമാജിൻ ബൈ ആപ്പിൾ കേരളത്തിലെ ആദ്യത്തെ ആപ്പിൾ പ്രീമിയം പാർട്ട്ണർ സ്റ്റോർ കൊച്ചി ലുലു മാളിൽ തുറന്നു. ലുലു ഷോപ്പിംഗ് മാളിന്റെ 1ാം നിലയിൽ ഷോറൂമിന്റെ ഉദ്ഘാടനം
നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ് നിർവഹിച്ചു. കേരളത്തിൽ ഇതുവരെ ആപ്പിൾ റീസെല്ലിംഗ് സ്റ്റോറുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഏറ്റവും പുതിയ ഉൽപ്പന്നങ്ങൾ ലഭിക്കുമെന്നതാണ് പ്രീമിയം പാർട്ട്ണർ സ്റ്റോറുകളുടെ പ്രത്യേകത. കൊച്ചിയിലേത് ഇമാജിന്റെ മൂന്നാമത്തെ ആപ്പിൾ പ്രീമിയം പാർട്ട്ണർ സ്റ്റോറാണ്. ബാംഗ്ലൂർ, ചെന്നൈ എന്നിവിടങ്ങളിലാണ് മറ്റ് സ്റ്റോറുകൾ. ഇനി ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.